3, 2, 1, L40 stages are ignited. plus 5 seconds. യെസ്, അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം വരും. അതിനായുള്ള കാത്തിരിപ്പിലാണ്. 100ാം ദൗത്യം, ISRO'യുടെ 100ാം ദൗത്യം എവിടെ നിന്നും ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം ദൗത്യം എന്ന് കൃത്യമായി പറയണം. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം ദൗത്യം വിജയകരം എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൃത്യമായി, പ്രിസൈസായി, ഏറ്റവും അക്യുറേറ്റായി ഈ NVS-02 എന്ന് പറയുന്ന ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനായുള്ള കുതിപ്പായിരുന്നു നേരത്തെ നമ്മൾ കണ്ടത്. അത് കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷമായിരിക്കും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ISRO ചെയർമാൻ നടത്തുക. SLV മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ പുറത്തിറക്കിയ SSLV വരെയുള്ള ഒരു കാലഘട്ടമുണ്ട് ശ്രീഹരിക്കോട്ടയ്ക്ക് പറയാൻ, ഒരു ചരിത്രമുണ്ട് ശ്രീഹരിക്കോട്ടയ്ക്ക് പറയാൻ. ഏറ്റവും വിശ്വസനീയമായ ഒരു സ്പേസ് സെന്ററായി ഇപ്പോൾ The Spaceport of India, SDSC SHAR, Sriharikota, ISRO Department of Space, had completed 100 launches from here. That is, from SLV E1, 10th August 1979 to GSLV F15, 29 June 2025. Congratulations, Team ISRO, for 100 launch missions. Handing over to Mission Director. യെസ്, ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 1979 തൊട്ട് 2025 വരെ കാലഘട്ടത്തിൽ നടന്ന 100 വിക്ഷേപണം. I very happily declare, as per the intended target, that is the NVS-02 spacecraft at the intended geostationary transfer orbit is now injected and the mission is completed. Thank you. NVS-02 satellite in its orbit. NVS-02 എന്ന് പറയുന്ന നാവിഗേഷൻ സാറ്റലൈറ്റിനെ കൃത്യമായി ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ ISROയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശ്രീഹരിക്കോട്ടയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി. 100ാം വിക്ഷേപണ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കിയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ലോകരാജ്യങ്ങൾക്ക് പോലും അസൂയുണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ സൗകര്യങ്ങളുള്ള ഒരു സ്പേസ് സെന്ററാണ്. ആ രീതിയിലുള്ള ഒരു വളർച്ചയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ കൈവരിച്ചിരിക്കുന്നത്. നേരത്തെ അവിടെ അനൗൺസ് ചെയ്തതുപോലെ 1979 ജൂലൈ 18 മുതൽ 2025 ജനുവരി 29 വരെയുള്ള കാലയളവിൽ നടന്ന 100 വിക്ഷേപണ ദൗത്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ 100ാം വിക്ഷേപണവും അത് വിജയകരമായി പൂർത്തിയാക്കാൻ ISROയ്ക്ക് കഴിയുന്നു ശ്രീഹരിക്കോട്ടയിൽ. അതുകൊണ്ട് ശ്രീഹരിക്കോട്ട വീണ്ടും രാജ്യത്തിന്റെ അഭിമാനമായി മാറുകയാണ്. ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ അല്പസമയം മുൻപ് എന്നുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാതെ ഈ ഗ്രാഫിക്സിൽ അത് വളരെ വ്യക്തമായി കാണുന്നു. ഈ രീതിയിൽ ഇവിടുന്നാണ് റോക്കറ്റ് ലോഞ്ച് ചെയ്തത്. അതിന് ഘട്ടം ഘട്ടമായി ഓരോ ഘട്ടങ്ങളും പിന്തുടർന്ന് എപ്പോഴൊക്കെയാണോ കൃത്യമായി ഈ ഉപഗ്രഹത്തെ ഇഞ്ചക്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ കൃത്യമായ വാക്ക് അവർ ഉപയോഗിച്ചതാണ്, ആ ഭ്രമണപഥത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇത് ജിയോ സിങ്ക്രണസ് ഓർബിറ്റിലേക്കാണ് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്. ജിയോ സിങ്ക്രണസ് നേരത്തെ സൂചിപ്പിച്ചു, ഭൂമിയുടെ അതേ വേഗത്തിൽ കറങ്ങണം ഈ NVS-02 എന്ന് പറയുന്ന ഉപഗ്രഹം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഓർബിറ്റിലേക്കാണ് ഇതിനെ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. കൃത്യമായി ഈ ഭാഗത്താണ് സെപ്പറേഷൻ സംഭവിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ അത് ഏത് സെക്കൻഡിലാണെന്ന് കണ്ട 237 സെക്കൻഡ് വിക്ഷേപിച്ച ശേഷം 237 സെക്കൻഡിൽ നടന്ന ഒരു ഓപ്പറേഷനാണ്. അങ്ങനെ ഇവിടെ എത്തുമ്പോഴാണ് പൂർണ്ണമായും ഈ വെഹിക്കിളിൽ നിന്നും, അതായത് റോക്കറ്റിൽ നിന്നും ഉപഗ്രഹം വേർപെടുക. പൂർണ്ണമായും വേർപെടുന്നത് 1150 സെക്കൻഡിലാണ്. അതായത് ഈ വിക്ഷേപണം നടന്ന് 20ാം മിനിറ്റിലാണ്.